ചൈനയെ വിശ്വസിക്കരുതെന്ന് പലരും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചൈന ഈ അടുത്ത കാലത്ത് ഇന്ത്യയോട് ഭയങ്കര സ്നേഹമൊക്കെ കാണിച്ച് വരുന്നുണ്ട്. കാരണം ഇന്ത്യ വളരുകയാണ്. ചൈനയ്ക്ക് മുകളിൽ വളരുമോ എന്നുള്ള ഭയം ചൈനയ്ക്കുണ്ട് ഇന്ത്യ. അതുകൊണ്ട് തന്നെ വലിയ സ്നേഹമൊക്കെ കാണിച്ച് വരുമ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ചൈനയെ വിശ്വസിക്കരുതെന്ന്. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ചൈന പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇന്ത്യയിലേക്ക് കയറി അടിച്ചോ, ഞങ്ങളൊപ്പമുണ്ട്, സാമ്പത്തികമായും ആയുധപരമായുള്ള സഹായങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും, എങ്ങനെയും ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കുക. ഈ ചങ്കിലെ ചൈനയെ തീർക്കേണ്ടേ മാഷേ? അല്ല, ചൈനയുടെ നിലപാട് ഒരു കാലത്തും ഇന്ത്യയോട് സമ്പൂർണ്ണമായിട്ട് സഹകരിക്കുന്ന തരത്തിലായിരുന്നില്ല എന്നുള്ളതായിരുന്നു നമുക്കറിയാവുന്നതാണ്. മാത്രമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യയും ചൈനയും അതിർത്തികളിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാക്കുകയും നമ്മളുടെ പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. തോക്കെടുത്ത് വെടിവെക്ക് കൊലപാതകങ്ങളിൽ പോകുകയൊന്നും ചെയ്തില്ല. പക്ഷേ അവർ തമ്മിൽ കായികമായിട്ട് മൽപിടുത്തവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ വാർത്തകൾ ഒരുപാട് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അവിടെ അങ്ങനെ വിഷയം നിലനിൽക്കുകയാണ്. ആ വിഷയം ഒരു കാലത്തും തീരുന്നില്ല. പക്ഷേ ഇടയ്ക്ക് എല്ലാവരും കൂടി സൗഹൃദമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയും. വീണ്ടും കുറേ കഴിയുന്ന സമയത്ത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാന്തൽ നടക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വളരെ ശക്തവും ദൃഢവുമായിരുന്നു എന്നുള്ളതാണ്. അന്ന് നമ്മളും അവരും വിളിച്ചിരുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇന്ത്യ ചീന ഭായി ഭായി എന്നാണ് പറഞ്ഞത്. അത് പഴയൊരു കാലത്താണ്. നമ്മളെ പഞ്ചശീല തത്വങ്ങളൊക്കെ അംഗീകരിച്ചിരുന്ന ഒരു കാലത്ത് സംഭവിച്ചൊരു സൗഹൃദമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ചൈന കയറി ഇന്ത്യ ആക്രമിക്കുകയും നമ്മൾ നാണം കെട്ട അവസ്ഥയിലെത്തുകയൊക്കെ ചെയ്തതാണ്. പഴയ കഥ മാത്രമാണ്. പിന്നീട് നമ്മൾ നിരന്തരമായിട്ട് ചൈന നമ്മളെ ഏതെങ്കിലും രീതിയിൽ പ്രകോപിപ്പിക്കുകയോ ആക്രമിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചടിക്കാനായിട്ടുള്ള കരുക്കൾ നിൽക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഊർജ്ജം ശേഖരിക്കുകയും, എന്തിനു പറയുന്നു, നമ്മളുടെ ആണവ പരീക്ഷണത്തിൻ്റെ അടിത്തറ പോലും ചൈനയുമായിട്ടുള്ള ഈ ശത്രുതയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. കാരണം നമ്മളെ ഇടയ്ക്ക് ആക്രമിക്കാനായിട്ട് ചൈനയോ പാകിസ്ഥാനൊക്കെ ചീള് കക്ഷികൾ മാത്രമാണ് ശരി. അപ്പോൾ ചൈന എന്ന് പറഞ്ഞ പക്ഷേ അങ്ങനെയല്ല. ചൈന ലോകത്തെ വൻ ശക്തികളിലൊന്നാണ്. അവരാക്രമിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചവരെ ആക്രമിക്കാനായിട്ട് കഴിയണമെങ്കിൽ നമുക്ക് ആണവായുധങ്ങൾ ഉണ്ടായിരിക്കണം. ഈ ആറ്റോമിക് വെപ്പൺസ് കൊണ്ട് മാത്രമാണ് വൻ ശക്തികളെ തിരിച്ചടിച്ച് തകർത്ത് കളയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആണവ പരീക്ഷണങ്ങളൊക്കെ നടത്തി അണുബോംബുണ്ടാക്കി ലോകത്തെ നമ്മൾ ഞെട്ടിച്ചു. ഇത് ചൈനയോടുള്ള യഥാർത്ഥത്തിൽ ഉള്ള പകയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിർവഹിക്കപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മളും ചൈനയും തമ്മിലുള്ള ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ വ്യാപാര രംഗത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സമീപനമാണ് ചൈനയും അതേപോലെ തന്നെ ഇന്ത്യയും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ആ ഒരു മേഖലയിലാണ് ഈ ചൈനയായിട്ടുള്ള അടുപ്പമുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ആ അടുപ്പം കച്ചവടത്തിൻ്റെ അടുപ്പം മാത്രമാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഒരുപാട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. നമ്മൾക്ക് പല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അത് നമ്മൾ ചൈനയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ചൈന നമുക്ക് അതിനെ സഹായിച്ചേ പറ്റും. നമുക്ക് അത് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മേഖല ചൈനയാണ്. ഇതാണ് ഇന്ത്യയും ചൈനയും നമ്മളായിട്ടുള്ള സൗഹൃദത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ നമ്മൾ മറ്റെന്തെങ്കിലും തരത്തിൽ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നതോ നിഗമനത്തിലെത്തുന്നതോ പ്രസക്തമായ കാര്യമല്ല. എന്നാൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് പോലെ അല്ല. അതിലും തികച്ചും വ്യത്യസ്തമാണ്. പാകിസ്ഥാനെ ചൈന കാണുന്നത് അവരുടെ ഒരു കോളനി എന്ന നിലക്ക് തന്നെയാണ്. അതിൽ നിന്ന് അവർക്ക് കിട്ടാവുന്നതായിട്ടുള്ള മെച്ചങ്ങളെക്കുറിച്ച് എപ്പോഴും ഒരു കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പാക് ഒക്കുപൈഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്ത് ചൈന ഒരുപാട് ഭൂമി ലീസിനെടുത്തിട്ടുണ്ട്. ലീസിനെടുക്കുക എന്ന് വെച്ചാൽ വാടകയ്ക്ക് എടുത്തിരിക്കുക. ആ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന സ്ഥലത്ത് ചൈനയ്ക്ക് താല്പര്യമുള്ളതായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ സൈനിക താല്പര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സംവിധാനമാണ് ഇപ്പോൾ അവർ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് ഇന്ത്യയും അതേപോലെ തന്നെ ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ തികച്ചും വ്യത്യസ്തമാണെന്ന് മനസ്സിലായത്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തെ നേരിടേണ്ടി വരുമ്പോൾ ചൈനയുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്, നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങളുണ്ട് സഹായിക്കാൻ എന്ന് പറയും. അതൊരു ഉടമ്പടിയുടെ, സൈന്യ ഉടമ്പടിയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള പ്രഖ്യാപനമായിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണേണ്ടത്. അവർക്ക് കരുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അടിച്ചോളുക, അടിച്ച് അവർ ചത്തുവോ, അത്രേ ഉള്ളൂ. ചൈന എന്ത് ചെയ്യാൻ?
ചൈനയ്ക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. അടിക്കാൻ കുറേ ആയുധങ്ങൾ കൊടുക്കുക എന്ന് മാത്രമാണ്. ചൈന ഒരിക്കലും ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് വരും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. കാരണം അതൊന്നും സ്ട്രാറ്റജിക്കലി ശരിയായ കാര്യങ്ങളല്ല. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ ആക്രമിക്കുമ്പോൾ അവർക്കതിൻ്റെ ഗുണം കിട്ടേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അതിന് പോവുള്ളൂ. കാരണം കോടിക്കണക്കിന് ഡോളറുകളാണ് ഒരു ആയുധം വെറുതെ പൊട്ടിക്കുമ്പോൾ നഷ്ടമായി പോകുന്നത്. അങ്ങനെ കോടിക്കണക്കിന് രൂപ പൊട്ടിച്ചു കളയാനായിട്ട് തൽപരരായ രാജ്യമല്ല ചൈന. അവരുടെ കണ്ണ് മുഴുവനും മുതലാളിത്തത്തിൻ്റെ അങ്ങേയറ്റത്താണ്. കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് പറയുമെങ്കിലും മുതലാളിത്തത്തിൻ്റെ ഏറ്റവും മൂർത്ത രൂപമായി മാറിയ ഒരു രാജ്യമാണ് ഇപ്പോൾ ചൈന എന്നുള്ളത് മനസ്സിലാക്കി. അതുകൊണ്ട് ഏത് നീക്കം നടത്തുന്ന സമയത്തും ചൈന ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് എത്ര പണം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ പണമുണ്ടാക്കാനായിട്ടുള്ള കാഴ്ച അല്ലെങ്കിൽ നോട്ടമാണ് ഇപ്പോൾ ഈ പ്രസ്താവനയുടെ അടിത്തറ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാകിസ്ഥാൻ ഇഷ്ടംപോലെ ആയുധങ്ങൾ അവർ കൊടുക്കും. ആ ആയുധങ്ങൾ കൊടുക്കുമ്പോൾ അത്രമാത്രം പണം ചൈനയ്ക്ക് കിട്ടുകയാണ്. ആയുധ കച്ചവടക്കാരനായിട്ട് ചൈന പാകിസ്ഥാനോട് സംസാരിച്ചതായിട്ടാണ് ഈ സംഭാഷണത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. അതുകൊണ്ടൊന്നും നമ്മൾ ഭയപ്പെടാനൊന്നും പോകുന്നില്ല. കാരണം ഇതിനേക്കാൾ എത്രയോ വലിയ ഭീഷണികൾ ഉയർന്നാൽ പോലും അതിനെയൊക്കെ നേരിടാനായിട്ടുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട് എന്ന് ചൈനയ്ക്കും അറിയാം, അതുപോലെ പാകിസ്ഥാനും അറിയാം, നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതറിയാവുന്നതിൻ്റെ പേരിൽ തന്നെ ഈ ശബ്ദങ്ങളൊക്കെ ഭീഷണി ശബ്ദങ്ങൾ മാത്രമായിട്ട് ഒടുങ്ങിപ്പോവും എന്ന് നമ്മൾ കരുതേണ്ടതാണ്. ഇടയ്ക്കിൽ പടക്കം പൊട്ടിക്കലൊക്കെ നടന്നേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതൊരു വിശാലമായിട്ടുള്ള യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ വ്യോമയുദ്ധത്തിലേക്ക് പോകുന്നതിന് കാരണമായി മാറുമെന്ന് ആരും കരുതേണ്ടതില്ല. ഈ ചൈനയോടുള്ള ഇന്ത്യയുടെ ഒരു സമീപനം ഇനി എങ്ങനെയായിരിക്കും? ചൈനയോട് നേരത്തെയുള്ള സമീപനം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രം ചൈനയുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. അല്ലാത്ത കാര്യത്തിൽ ചൈന നമ്മുടെ ശത്രുവാണ് എന്ന് തന്നെ കണ്ടുകൊണ്ട് നീങ്ങുക. ഇങ്ങനത്തെ ഒരു സമീപനമായിരിക്കും, യാഥാർത്ഥ്യബോധമുള്ളൊരു സമീപനമായിരിക്കും യഥാർത്ഥത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടാകാനുള്ളത്. കാരണം എന്താണ് ചൈന എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. നമ്മൾ അതിനനുസരിച്ച് മാത്രമേ അവരുമായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാക്കുള്ളൂ. എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനാവശ്യമായിട്ടുള്ള ഗുണം കിട്ടിയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ രാജ്യത്തുണ്ടാക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിൽ ചൈനയിൽ നിന്നാണ് നാം സ്വാംശീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു ആവശ്യമാണ്. ആ ആവശ്യം തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയായിരിക്കും നമ്മൾ കണക്കാക്കുക. ചൈനയെ പോയി അടിച്ച് ആക്രമിക്കേണ്ട കാര്യമൊന്നും നോക്കില്ല. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം യഥാർത്ഥത്തിൽ വഷളാകുന്നത് എങ്ങനെയാണ്? ദലൈലാമ എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിലേക്ക് ഓടി വന്നതിൻ്റെ ഫലമായിട്ടാണ്. ടിബറ്റിൻ്റെ ആത്മീയ നേതാവാണ് ഈ ദലൈലാമ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അവിടെ നിന്ന് ചൈന തുരത്തി. എന്ന് വെച്ചാൽ ടിബറ്റ് എന്ന് പറഞ്ഞ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു. ആ രാജ്യം ആക്രമിച്ച് ചൈനയുടെ കൂടെ ചേർത്ത സമയത്താണ് ദലൈലാമ അതിനോട് പൊരുത്തപ്പെടാതെ കോംപ്രമൈസ് ചെയ്യാതെ അവിടെ നിന്ന് കൂടി ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ വന്നു അയാൾക്ക് നമ്മൾ സംരക്ഷണം കൊടുത്തു, ഇന്ത്യക്കാർ സംരക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലാണ് നമ്മളും അതേപോലെ തന്നെ ചൈനയും തമ്മിൽ തെറ്റുന്നത്. അതാണ് ഈ ചൈന ഇന്ത്യ റിലേഷൻസ് എന്ന് പറയുന്നത് സ്പോയിൽ ചെയ്യപ്പെട്ട സംഭവം. പക്ഷേ നമ്മൾ നമ്മുടെ നിലപാടിൽ നിന്ന് മാറിയില്ല. നമ്മുടെ രാജ്യത്ത് ഒരാൾ ഒപ്പയം തേടി വന്നാൽ അവനെ നമ്മൾ സംരക്ഷിച്ചിരിക്കും. അങ്ങനെ ദലൈലാമയെ നമ്മൾ സംരക്ഷിച്ചു. ആ സംരക്ഷണമാണ് പിന്നീട് ചൈനയ്ക്ക് കടുത്ത ശത്രുത ഇന്ത്യയോട് ഉണ്ടാകുന്നതിന് കാരണമായി തീർന്നു. ഇതിൻ്റെ പേരിലൊന്നും നമ്മൾ നിലപാട് മാറ്റാനോ പിന്നോട്ട് പോകാനോ ഒന്നും തയ്യാറായിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും, അതിലൊന്നും മാറ്റം ഉണ്ടാവില്ല.